ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ സാബി. നാളെയാണ് കോളേജിലെ ട്രിപ്പ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം എൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ പോയിട്ട് തിരിച്ച് വന്ന് വാങ്ങി എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിയത്. വേഗം പോകാം ദൂരെയോ എങ്ങോ ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്ര ഐറ്റംസാണ് ഓവറോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ കൂടെ ഓൾറെഡി വീട്ടിലുണ്ടായ സ്നാക്സ് എടുത്ത് വെച്ചു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ബോക്സ് ട്രോളിയിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. പാക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റൂമിൻ്റെ അവസ്ഥ വളരെ സ്വപ്നങ്ങളെങ്കിലും അതു പിന്നേക്കു മാറ്റിടാം കൂട്ടായി വേഗം പോകാം ദൂരെയോ എങ്ങോ അങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്കിൻ കെയർ ഐറ്റംസൊക്കെ ഒന്നിലും, പിന്നെ ആക്സസറീസ് ഒരു ബോക്സിലും, പിന്നെ ദെൻ മേക്കപ്പ് ഐറ്റംസ് ഒരു ബോക്സിലും ആക്കി അങ്ങനെ റെഡിയായി പാക്കൊക്കെ ചെയ്ത് ഇതാണ് ഔട്ട്ഫിറ്റ് വരുന്നത്. നേരെ പോയി കോളേജിലേക്ക്. എന്റെ മനസ്സ് ഇതൊരു ഒന്നൊന്നര ട്രിപ്പ്. ആയിട്ട് സൈഡായി തുടങ്ങി. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി വെറുതെ പോയി ചോറിനെ ഒരു പൂമരമായി കനവിൽ തിരത്തെയും തുള്ളുന്നേ നിനവേതോ കരയിൽ തിരയുന്നേ അവൾ പേരിൻ പിന്നാൽ എൻ പേരും കൂടെ പോകുന്നേ പല നാളായി തേടിയതെല്ലാം ഒരു നാളിൽ കവരും അവളൊരു അഴലിനാഴം നിറയും പെണ്ണഴകായി. അങ്ങനെ സെലിബ്രേഷൻ മൂഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങി തുടങ്ങി. അങ്ങനെ ഞാനും ചെറിയ മയക്കത്തിന് ശേഷം കണ്ണ് തുറന്ന് നോക്കുമ്പം ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ട്രിപ്പാകാൻ സ്റ്റഫുണ്ട് ബാഡി സ്ലിപ്പായിക്കോ ഫ്ലിപ്പാകാൻ ഫുള്ളുണ്ട് ബാഡി കിക്കാകാൻ ചിക്സ് ഉണ്ട് ബാഡി എസ്കേപ്പ് ഇട്ടോ ബാഡി സ്കൂട്ടായിക്കോ
അങ്ങനെ നീണ്ടൊരു ഉറക്കത്തിന് ശേഷം എല്ലാവരും നല്ലൊരു വ്യൂ പോയിൻ്റ് അടുത്ത് ബസ് നിർത്തി. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റു. ഒരു വാമപ്പിന് വേണ്ടി നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയാണ് ഇത്. അങ്ങനെ തിരിച്ച് വീണ്ടും വണ്ടി കയറി. അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അവിടെ പോകുമ്പോൾ ഉള്ള എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണെന്നറിയോ. അങ്ങനെ എല്ലാവരും അടിച്ച് പൊളിക്കായിരുന്നു. കുറേ ആൾക്കാർ രാത്രി ഉറങ്ങാത്ത ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇറങ്ങി. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ഫ്രഷപ്പ് കാന്തല്ലൂർ എത്തി ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ. അങ്ങനെ നമ്മൾ ഫ്രഷപ്പൊക്കെ ആയി. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാൻ വേണ്ടി നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞാനും എൻ്റെ ഹൗസയും കൂടി നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ചില്ലാക്കി എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മാറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ വേഗം ഫ്രഷാക്കി മാറ്റി വെറുതെ നിൽക്കുന്നത് കഴിഞ്ഞ് ഇവൾ വന്നു. അങ്ങനെ വെറുതെ അപ്പുറം ഇപ്പുറം എന്തൊക്കെയോ സംസാരിച്ചിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ഇതൊരു ഹിൽ ടോപ്പായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ എന്തോ ഒരു വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും ഓരോരോ വഴിക്ക് പോയി. കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ജീപ്പ് ട്രക്കിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ 3 ആൾക്കാരും കൂടി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഫോണ് കിട്ടിയപ്പം എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോകാമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകാമായിരുന്നു. വാട്ടർഫോളായിരുന്നു നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത്. വാട്ടർഫോളിലേക്ക് പോയി. അവിടുത്തെ ക്ലിപ്സൊന്നും എൻ്റെ കയ്യിൽ ഇല്ല, മിസ്സായിപ്പോയി. അങ്ങനെ തിരിച്ച് വീണ്ടും റൂമിലേക്ക് വന്നു. നല്ല തണുപ്പത്ത് വീണ്ടും കുളിച്ച് അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹീസ് അവർ ചെയർമാൻ ഹാസ് കോൾഡ്. ഏറ്റവും ഞാൻ കോളേജിൽ കണ്ടുവച്ച ഏറ്റവും കാം ആൻഡ് ക്വയറ്റ് ആയ ഒരു പേഴ്സണാണ്. മൈ ഫേവറേറ്റ് വണ്ണാണ്. ആൻഡ് ഫുഡൊക്കെ കഴിച്ചു. ദിസ് ഈസ് അവർ റിസോർട്ട്. ആൻഡ് എല്ലാവരും നൈറ്റിൽ അടിപൊളി പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നാളത്തിലെ വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ടായി. അങ്ങനെ നൈറ്റ് അടിപൊളി ചില ഒരുറക്കമൊക്കെ കഴിഞ്ഞ് മോർണിംഗ് എണീച്ചപ്പോൾ കണ്ട കാഴ്ചയാണ്. എന്ത് രസം എന്ന് പറയാം. അങ്ങനെ ഞാനും എൻ്റെ ഹൗസയും പിന്നെ റിസാനും നിഹാനും കൂടിയിട്ട് നമ്മളെല്ലാവരും വെറുതെ പുറത്തെ വ്യൂ കാണാൻ നമ്മൾ 4 ആൾക്കാർ പോയി. അങ്ങനെ തിരിച്ച് വന്നു. അവിടെ ഉണ്ടായ ക്യൂട്ടായിട്ടൊരു പട്ടിക്കുട്ടിയാണ്. അങ്ങനെ അവർ നമുക്ക് ചായയൊക്കെ തന്നു. നമ്മൾ മാത്രമേ എണീച്ചിട്ടുണ്ടോ. ഇവനാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. ഇവളാണെങ്കിൽ എത്താത്ത വള്ളിക്ക് ഏണി വെക്കായിരുന്നു. അങ്ങനെ ഒന്നും നടന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ അവിടുത്തെ നല്ല എന്തൊരു രസമായിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ആൾക്കാർ ആയിട്ട് എഴുന്നേറ്റ് തുടങ്ങി. ട്രിപ്പാകാൻ സ്റ്റഫുണ്ട് ബാഡി, ഫ്ലിപ്പാകാൻ ഫുള്ളുണ്ട് ബാഡി, കിക്കാകാൻ ചിക്സ് ഉണ്ട് ബാഡി, എസ്കേപ്പിട്ടാകാൻ പക്കറ്റി ബാഡി. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇവളൊന്ന് എവിടെയോ ഓടിച്ചാടി കയറി ഒന്ന് സ്റ്റെയർ കയറി കാണാൻ വേണ്ടി പോകുന്നത്. അവളുടെ ഒരു ആഗ്രഹം അറിയില്ല. അവളുടെ സന്തോഷമല്ലേ എല്ലാവരും ടീച്ചേഴ്സായിട്ട് നമ്മൾ കളിച്ചു. നമ്മൾ യുനോ കളിച്ചു. ഈ യൂണോയിൽ ഞാനായിരുന്നു വിൻ ചെയ്തത്. ബാക്കി ഇവർ രണ്ടാളും ബാലൻസ്. ബാക്കി കുറേ നേരം കളിച്ചു. നേരെ ഫാമിലേക്ക് നമ്മൾ പോയി. ഇവിടെ അടുത്ത് ഫാം സ്ട്രോബെറി പിക്കാൻ ഫാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ ഫാം നിയറസ്റ്റ് ആയിട്ടുള്ള ഫാമിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നല്ല അങ്ങനെ ഇതായിരുന്നു അവിടുത്തെ ഫാം എന്ന് പറയുന്നത്. എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്ട്രോബെറി ക്യാബേജ് ചേച്ചി നമുക്ക് എല്ലാവർക്കും സ്ട്രോബെറീസ് തന്നിട്ടുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ നമുക്ക് സ്ട്രോബെറീസ് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ആയിരുന്നു. അവിടെ നമ്മളെല്ലാവരും ക്യാരറ്റും അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എവിടെയും മിസ്സായി. ബസ്സിലായിരുന്നു റൂമിലേക്ക് പോയി ഫ്രഷപ്പ് ആയി ഡ്രസ്സൊക്കെ മാറ്റി. അങ്ങനെ അവിടുത്തെ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞ് വീണ്ടും അടുത്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്.
അങ്ങനെ ആടിയും പാടിയും നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുക. പോകുന്നിടയ്ക്ക് വളരെ അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. ആൻഡ് വിത്ത് ദെയർ പെർമിഷൻ ബോറടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഫ്രണ്ട് വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവളും കൂടി. അവിടുന്ന് അവരുടെ നമ്മളെ ടീമായിട്ട് ദിസ് ഈസ് അവർ ട്രിപ്പ് ടീം. അവിടെ ഇരുന്നതിന് ശേഷം നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു അവരായിട്ട്. ഇപ്പോൾ ഫ്രണ്ട്സ് പോലെ തന്നെയായിരുന്നു അവർ. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വട്ടവടയിലെത്തി. അവിടെ തന്നെ ഫസ്റ്റ് കയറി ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ से हटके के बुला दे कोई हौले हौले मेरे दिल से बोले किसी का तो होले चल जाने दे कोई जादू गस्तों मजा है ले माँ रम्मैलो काली ओडाली गस्तों मजा है ले माँ रम्मैलो काली ओडाली ना मैं समझा ना मैं जाना जो भी तुमने मुझसे कहा है सेन्योरिटा, मगर फिर भी ना जाने क्यों मुझे सुन के अच्छा लगा है सेन्योरिटा. नो बेबी अल्लाह मेरा മറക്കാൻ പറ്റില്ല. ടെൻഡിൽ കിടക്കണം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ തീർക്കാനില്ലതല്ലേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ടെൻറ്റിലിരുന്ന് എന്തോ അവിടെ നിന്നായിരുന്നു ഹഫ്സായിട്ട് ഞാൻ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയത്. അതുകൊണ്ട് ഹഫ്സനെ ഇത്ര അടുത്തിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരോടും ഗുഡ് നൈറ്റും പറഞ്ഞു. ഇവരായിരുന്നു ഇന്ന് രാത്രി നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞ് കിടന്നു. രാവിലെ എണീച്ചിട്ടുണ്ടായിരുന്നു. 5 o'clock തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഇതായിരുന്നു അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ രാവിലത്തെ വ്യൂവും കണ്ട് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ഒരു 8 o'clock ആകുമ്പം തന്നെ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. നേരെ പോയത് ആലപ്പുഴയിലേക്കായിരുന്നു. നല്ല ട്രാവൽ ഉണ്ടായിരുന്നു ആ വട്ടവടയിൽ നിന്ന് ആലപ്പുഴയിലേക്ക്. എന്തിനാണ് ഇങ്ങനെ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചൂസ് ചെയ്തതാണ്. ഇങ്ങനെയെന്നൊന്നും നമുക്കറിയുന്നില്ല. പക്ഷെ പോകുന്ന വഴിക്ക് അതിമനോഹരമായിട്ട് ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊക്കെ പകുതി സൈഡായിട്ടുണ്ടായിരുന്നു. ബട്ട് ബാക്കി എല്ലാവരും വൈബായിരുന്നു. അങ്ങനെ എല്ലാവരും അടിച്ച് പൊളിക്കാൻ തുടങ്ങി. ഞാൻ മെല്ലെ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്നോടായിട്ട് അറ്റാച്ച്മെൻറ്റ് വന്നിട്ടില്ല. അങ്ങനെ നിഹാൻ ഹഫ്സനോട് ഡാൻസ് കളിക്കുക പറയുന്നു. ഹഫ്സൻ എന്നോട് പറയുന്നു. ഞാനാണെങ്കിൽ എന്തോ അത് വല്ലാതെ ഇന്നും ആ ഒരു ഫീല് മനസ്സിലുണ്ട് എത്ര. പക്ഷെ ഇപ്പം സെറ്റായിട്ടോ. അങ്ങനെ കുറേ നേരം എല്ലാവരും അടിച്ച് പൊളിച്ചു. കുറച്ച് അടിച്ച് പൊളിക്കും, പിന്നെയും സൈഡാവും, പിന്നെ അടിച്ച് പൊളിക്കും, പിന്നെയും സൈഡാവും. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആലപ്പുഴയിലെത്തി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആലപ്പുഴയിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടെ പോയപ്പോൾ നല്ല ഫുഡായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഗെയിം പ്ലാൻ ചെയ്തു. എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിലുള്ള ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തതാണത്. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം കുറച്ചൊന്ന് സെറ്റായിട്ടുള്ളൂ. ബാക്കിയൊന്നും ആയിട്ടില്ല. ഇത് നമ്മുടെ മിസ്സിൻ്റെ മോനാണ്. ഭയങ്കര ആക്റ്റീവാണ് ആൾ. നല്ലോണം ഡാൻസ് കളിക്കും, പാട്ട് പാടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് യാത്ര ട്രിപ്പ് കഴിഞ്ഞു. അപ്പോഴേക്കും അവിടെ വണ്ടി പഞ്ചറായി സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നിഹാന് പറഞ്ഞ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ വഴി ഞാനും ഹഫ്സയും ഓരോന്ന് വാങ്ങിയെടുത്ത ഡ്രസ്സാണ് ഇത്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവിടെ നിന്ന് 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ ലുലു മാളിൽ പോയിട്ടുണ്ടായിരുന്നു.
അവിടെ നിന്ന് വരണ്ടെന്നുള്ള ഫീലിംഗ് ആയി. എല്ലാവരുടെ മുഖത്തും ട്രിപ്പിൻ്റെ വിഷമം വരാൻ തുടങ്ങി. അങ്ങനെ വണ്ടി സൈഡ് പഞ്ചറായ സമയത്ത് ഞാനും നിഹാനും ഹഫ്സും കൂടി കണ്ണൂർ കോക്ടെയിൽ, അതും ആലപ്പുഴ പോയി കണ്ണൂർ കോക്ടെയിൽ വിളിച്ച് തിരിച്ച് വരുമ്പം ലുലു മാള് കയറിയിട്ടുണ്ടായിരുന്നു. അവർ നമ്മൾ മൂന്നാളും കൂടിയിട്ട് ഇങ്ങനെ എന്തോ ഒരു സാധനം അത് വാങ്ങി സെറ്റായി. വീണ്ടും തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര. അങ്ങനെ മനസ്സോടെ എല്ലാവരും വണ്ടി കയറി തിരിച്ച് നാട്ടിലേക്ക്. ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ. തേടാതെ മണ്ണിൽ മായാതെ